ശ്രീ KV അബ്ദുൽ ഖാദർ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ അബ്ദുൽ ഖാദർ, MM വർഗീസ് വളരെ വിശദമായി തന്നെ നമ്മോട് സംസാരിക്കുകയായിരുന്നു. താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഈ കുറ്റപത്രം കാണുമ്പോൾ? അനീതി നിറഞ്ഞതും അധാർമികവുമായിട്ടുള്ള ഒരു കുറ്റപത്രമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായിട്ടുള്ള ED ഇപ്പൊ നൽകിയിട്ടുള്ളത്. ഈ പ്രതികളാക്കപ്പെട്ട നേതാക്കളെ എല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഒരു ചായ പോലും അന്യന്റേത് വാങ്ങി കുടിക്കാത്ത ആളുകളാണ് ഇവരെല്ലാം ജനങ്ങൾക്കറിയാവുന്നതേ ഉള്ളൂ. ഇപ്പോ കേന്ദ്ര ഏജൻസി അവരെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യത്തിന് വേണ്ടി ഇത്തരത്തിലൊരു കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കൊച്ചിയിലെ ED ഉദ്യോഗസ്ഥർ തന്നെ കൈക്കൂലി കേസിൽ പെട്ട് ജനങ്ങളുടെ മുന്നിൽ അവഹേളിതമായിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത് വാർത്തകൾ വഴിതിരിച്ചു വിടാൻ വേണ്ടി കൂടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഞങ്ങളതിനെ രാഷ്ട്രീയവും നിയമപരവുമായിട്ട് നേരിടും. കാരണം ഇത് കോടതിയുടെ പടിവാതിൽ പോലും നിൽക്കുന്ന ഒന്നല്ല. ഇത് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമല്ലേ ഒരു പാർട്ടിയെ തന്നെ കേസിൽ പ്രതിയാക്കുക. ഏത് തരത്തിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെറ്റായിട്ടുള്ള തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ചിലരെ തങ്ങളുടെ കൂടെ നിർത്തി ഭീഷണിപ്പെടുത്തിയും പ്രലോഭിച്ചും ഒക്കെ നടത്തിയ ചില മൊഴികൾ, ആ മൊഴികളുടെ ബലത്തിൽ കള്ളക്കേസുകൾ ഉണ്ടാക്കുകയാണ്. പൂർണ്ണമായും കള്ളക്കേസാണ്. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത കള്ളക്കേസാണ്. ശ്രീ അബ്ദുൽ ഖാദർ, ഇതിൽ മുൻ ജില്ലാ സെക്രട്ടറിമാർ ഉൾപ്പെടെ തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി, അതായത് വ്യാജ അക്കൗണ്ടുകൾ എടുക്കുന്നതിന് അനധികൃതമായ മാത്രമല്ല പാർട്ടി അക്കൗണ്ടിലേക്ക് ഈ പണം വകമാറ്റിയിട്ടുണ്ട് എന്നതാണ് ഇതിൽ പറയുന്നത്. ഒരു തരത്തിലും തെളിയിക്കപ്പെടുന്ന ഒരു കാര്യവും ഇതിനകത്തില്ല. 100% തെറ്റാണ്. തെറ്റായിട്ടുള്ള നിഗമനങ്ങളുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളൊരു കേസാണ്. കാരണം ഇത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമല്ലേ. ഈ നാട്ടിലെ സഹകരണ സ്ഥാപനങ്ങൾക്ക് ലോൺ കൊടുക്കുന്ന പാർട്ടി പറഞ്ഞിട്ടാണോ? അതൊക്കെ അതാത് സ്ഥലങ്ങളിൽ ബോർഡ് തീരുമാനിക്കുന്നതല്ലേ. ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്? മൂക്ക് കീഴ്പ്പെട്ടുള്ള ഒരാളെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കെട്ടിച്ചമച്ച ആരോപണങ്ങളുടെ പിൻബലത്തിലുള്ള ഈ കേസ് കോടതിയിൽ ഒരു കാരണവശാലും നിൽക്കാൻ പോകുന്നില്ല. ഏത് നിയമ വേദിയിലും ഞങ്ങൾ പോരാടാൻ തയ്യാറാണ്. ഇത് നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ഞങ്ങൾ അതിനെ നേരിടും. ഒരു കാര്യം കൂടി ശ്രീ അബ്ദുൽ ഖാദർ, നേരത്തെ ഞാൻ MM വർഗീസിനോട് ചോദിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതൊരു വലിയ പ്രചാരണ ആയുധമായിരുന്നു. അവിടെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒക്കെ വരാനിരിക്കെ വലിയ രീതിയിൽ ഇതൊരു പ്രചാരണ ആയുധമാക്കും ഒപ്പം പ്രതിപക്ഷവും BJPയും എന്ന് ഉറപ്പുമാണ്. അത് തന്നെയായിരിക്കുമോ ഇതിലൂടെ ലക്ഷ്യമിട്ടിട്ടുണ്ടാവുക? അല്ല, ഇതിനകത്ത് ഇപ്പൊ ഈ കേസിന്റെ വരവിന്റെ പിന്നിലുള്ള ചില ഘടകങ്ങളുണ്ട്. ഇപ്പൊ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തൊട്ടുമുമ്പിൽ വന്നു നിൽക്കുന്നു. പക്ഷെ ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമില്ലേന്ന്. ഈ കരുവന്നൂർ തന്നെ ആ ബാങ്ക് എത്ര നല്ല നിലയിൽ ഇപ്പൊ മുന്നോട്ട് പോവാണെന്ന്. ഇതൊക്കെ തെറ്റായ നിലയിൽ ചില കേസുകൾ ഉണ്ടാക്കി രാഷ്ട്രീയ എതിരാളികളെ വളഞ്ഞിട്ട് ആക്രമിക്കുക. ഇതിപ്പോ ഇവിടത്ത് മാത്രം സംഗതിയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. രാജ്യവ്യാപകമായിട്ട് നടക്കുകയാണ്. സുപ്രീം കോടതി തന്നെ പരസ്യമായിട്ട് ചോദിച്ചല്ലോ EDയോട്, എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ജില്ലയിൽ ഇപ്പോ കെട്ടിച്ചമച്ചിട്ടുള്ള ഈ കേസും തീർച്ചയായിട്ടും EDയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന ഒന്നാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ ജനങ്ങളോട് പ്രചരിപ്പിക്കാൻ പോകുന്നത്. ജനങ്ങൾക്കിടയിൽ ഈ കാര്യം ഞങ്ങൾ വളരെ ശക്തമായിട്ട് പ്രചരിപ്പിക്കും. അതിന് പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. വളരെയധികം നന്ദി ശ്രീ KV അബ്ദുൽ ഖാദർ ഈ അവസരത്തിൽ പ്രതികരിച്ചത്. നേരത്തെ ശ്രീ MM വർഗീസും പ്രതികരിക്കുന്നത്. ഏതായാലും ഇത് രാഷ്ട്രീയ പ്രേരിതം എന്നത് തന്നെയാണ് CPMന്റെ ഒരു നിലപാട്.